അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്ന സർവേശ്വരനായ പടച്ച തമ്പുരാന് സർവ്വസ്തുതികളും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയമുള്ളവരെ, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും ഖൈറിലാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഓരോ ദിവസങ്ങളും വ്യത്യസ്തങ്ങളായ അറിവുകളിലൂടെയാണ് വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ മജ്ലിസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അൽഹംദുലില്ലാ. പരിശുദ്ധമായ ഹിജ്രിയ കലണ്ടർ അനുസരിച്ച് മുഹറം മാസം നമ്മിൽ നിന്ന് വിട പറയുകയാണ്. ഇന്നലെ അങ്ങോട്ട് തുടങ്ങി, അതിനു മുമ്പ് മുഹറം അവസാനിക്കാൻ. മനുഷ്യന്റെ കാര്യം എത്രയേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അടയാളം മാസങ്ങൾ ആഴ്ചകളെ പോലെ പോകുമെന്നാണ്, ആഴ്ചകൾ ദിവസങ്ങളെ പോലെ പോകുമെന്നാണ്. അള്ളാഹു നമുക്ക് ആയുസ്സും ആരോഗ്യം ആഫിയത്തും അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധവും പരിപാവനവുമായ മുഹറം 29 പകലാണ്. ഇന്ന് അസ്തമിച്ച് പിറ കണ്ടാൽ നാളെ, ഇന്നത്തെ രാത്രി സഫറിന്റെ ആദ്യ രാവാണ്. നാളെ സഫറിന്റെ ആദ്യ പകലാണ്. ഇന്ന് പിറ കണ്ടില്ല, 30 ദിവസം ഉണ്ടെങ്കിൽ മറ്റന്നാൾ എന്താണ്? ആദ്യ രാവാണ്. ഇന്ന് 29ആണ്. ഇന്ന് പിറ കണ്ടാൽ ഇന്ന് ആദ്യ രാവ്, ഇല്ലെങ്കിൽ നാളെ ആദ്യ രാവ്, മറ്റന്നാൾ മുഹറം 1, ഇല്ലെങ്കിൽ ഇന്ന് ആദ്യ രാവ്, നാളെ സഫർ 1 ആണ്. അത് പ്രത്യേകം മനസ്സിലാക്കി. ഇന്ന് 29. ഇന്ന് നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇന്ന് 29ആണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാവ് എന്തായി? 1ാമത്തെ രാവായി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരുപാട് ഹദീസുകളുണ്ട്. മുഹറം മാസവും സഫർ മാസവും നമ്മളിലേക്ക് കടന്നു. ഒരു മുഹറത്തിൽ നമ്മൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലി, ദുആകൾ ചൊല്ലി, ഒരുപാട് അദ്കാറുകൾ നമ്മൾ പഠിച്ചു. അതൊക്കെ നമ്മൾ ചെയ്തതാണ്. അള്ളാഹു അതെല്ലാം കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, മുഹറം വന്നാൽ എന്താണ് ചെയ്യുക ഇല്ലേ? ഇന്നിപ്പോ നമ്മൾ എന്താണ്? ഇന്ന് നമ്മൾ അസ്തമിച്ച് കഴിഞ്ഞാൽ, ഇന്ന് അസ്തമിച്ച് പിറ കണ്ടാൽ നാളെ എന്തായി? മുഹറത്തിന്റെ സഫറിന്റെ ആദ്യ പകലാണ്. അപ്പൊ ഇന്ന് അസ്തമിച്ചാൽ ആദ്യ രാവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇന്നിപ്പോ ബുധനാഴ്ച അസ്തമിച്ച് ഇന്നത്തെ രാത്രി സഫറിന്റെ ആദ്യ രാവായിരിക്കും പിറ കണ്ടാൽ. അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ച എന്തായി? സഫർ മാസം 1ആയി. സഫർ 1ആയി. അത് മനസ്സിലാക്കുക. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, സഫർ മാസം കടന്നു വരുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട്. എന്താണെന്നറിയോ? ഉസ്താദേ, സഫർ മാസത്തിൽ വീടിന് കുറ്റിയടിക്കാമോ? വീട് പെരേറിക്കൂടാവോ? കല്യാണം നടത്താവോ? അച്ചാരവെപ്പ് നടത്താവോ? അതുപോലെ ഉറപ്പിക്കൽ നടത്താവോ? തറയ്ക്ക് കുറ്റി അടിക്കാമോ? കല്ലിടാവോ? അങ്ങനെ തുടങ്ങി 100 കണക്കിന് സംശയങ്ങളാണ് അല്ലേ? അങ്ങനെയുണ്ടോ, ഇങ്ങനെയുണ്ടോ? സഫർ അഴുക്ക മാസമല്ലേ? കല്യാണം നടത്താവോ? അങ്ങനെ 100 കണക്കിന് സംശയങ്ങൾക്കുള്ള മറുപടി ഇന്ന് പറയുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല അദുവ. ഇസ്ലാമിൽ എന്തില്ല? പകർച്ചവ്യാധിയില്ല. ഇസ്ലാമിൽ പകർച്ചവ്യാധിയില്ല. ഒരാൾ നിന്ന് എനിക്ക് രോഗം പകരുന്ന പേടിയൊന്നുമില്ല. അത് അള്ളാഹ് നമുക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അത് തരും. അല്ലാതെ അവർക്ക് വന്നതുകൊണ്ട് എനിക്ക് വന്നു, ഓർക്ക് വന്നതുകൊണ്ട് എനിക്ക് വന്നു, അങ്ങനെയൊന്നുമില്ല. ഇസ്ലാമിൽ പകർച്ചവ്യാധി ഇല്ല. വിധങ്ങൾ പറഞ്ഞ സൂറുൽ മുഅ്മിനി ശിഫാഉൻ, ഒരു വിശ്വാസിയുടെ കുടിച്ചതിന്റെ ബാക്കി ഉമിനീരിൽ ശിഫയുണ്ടെന്ന് നബീന റസൂലുള്ളാഹി. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, അവന്റെ തുപ്പുനീര് ഉമിനീരെ പറ്റി, നീ കുടിക്ക്, അതിൽ ശിഫയുണ്ടെന്ന് നബീന റസൂലുള്ളാഹി. അത്രമാത്രം സ്നേഹബന്ധവും ഐക്യവും ഒരുമിച്ച് ചേർത്ത മതമാണ് ഇസ്ലാം. അപ്പൊ ഇസ്ലാമിൽ എന്തില്ല? പകർച്ചവ്യാധിയില്ല. രണ്ടാമത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പക്ഷിശാസ്ത്രമില്ല. ഇസ്ലാമിൽ പക്ഷിശാസ്ത്രമില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ നാട്ടിൽ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകളിൽ, നമ്മുടെ വീടുകളിലേക്ക് വരും, ഒരു കൂടിനകത്ത് തത്തമ്മ ഇട്ടുകൊണ്ട് വരും. തത്തമ്മ ഇട്ടുകൊണ്ട് വന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരും. എന്നിട്ട് കാക്കാത്തി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും, തെക്ക് ഭാഗത്ത് കാക്കാത്തി എന്നൊക്കെ പറയും, മറ്റു നാട്ടിൽ അറിയില്ല. നേരെ വരും, തത്തയെ അതിനകത്തേക്ക് കൂട് തുറക്കും, തത്ത പുറത്തേക്ക് വരും, കുറെ ചീട്ടുണ്ടാകും, അതെടുക്കും. തുറന്നു നോക്കുമ്പോൾ പല ഫോട്ടോകളാണ്. അതിന്റെ വ്യാഖ്യാനം പറയും. ഉസ്താദ്, നിങ്ങൾ ഇതൊക്കെ പറയണമെങ്കിലും അവർ പറയുന്നത് അച്ചട്ടാണ് ഉസ്താദ്. എന്തൊക്കെ പറഞ്ഞു അതൊക്കെ ശരിയാണ്. അതൊക്കെ ശരി തന്നെ. ശൈത്താന്റെ സഹായം ഉണ്ട് എന്ന് മാത്രം. ഇസ്ലാമിൽ അതില്ല. ഇസ്ലാമിൽ അതിന് പ്രാധാന്യമില്ല. കൈ നോക്കലില്ല, മുഖം നോക്കലില്ല, ഒന്നുമില്ല. റബ്ബ് വിധിച്ചത് എന്താണോ അത് വരും. എല്ലാ ഹൈറും ഷറും പടച്ചോന്റെ കയ്യിലാണ്. അപ്പൊ എന്തില്ല? പക്ഷിശാസ്ത്രം ഇസ്ലാമിലില്ല. തുടർന്ന് നബിതങ്ങൾ പറഞ്ഞു, ഈ വല ഹാമ എന്ന് പറഞ്ഞാൽ, പണ്ട് ഈ മൂങ്ങ എന്നൊക്കെ പറയും, ചില നാട്ടിൽ മൂങ്ങ, കൂമൻ എന്നൊക്കെ പറയും. അത് മൂളിയാൽ, അത് കൂവിയാൽ അതിന്റെ ശബ്ദം കേട്ട മരണം കേൾക്കുന്നതാണ്. മൂങ്ങ ചെലച്ചേട്ടോ എന്ന് മരണം കേൾക്കും. അങ്ങനെ ഇല്ല. അസ്രായേൽ വരാൻ സമയം
സമയമായ വരും. അതിന് കൂമൻ കൂവിയാലും മൂങ്ങ കൂകിയാലും കെട്ടിയോൻ കൂകിയാലും കെട്ടിയോള് കൂവിയാലും ആര് കൂവിയില്ലെങ്കിലും അസ്രായേൽ വരാൻ സമയമായോ നമ്മളെ റൂഹിനെ പിടിക്കും. അത് കൂവിയാലും കൂവിയില്ലെങ്കിലും ഇസ്ലാമിൽ അങ്ങനെ ഒരു ഇതില്ല. നിന്റെ ആയുസ് തീർന്നോ അപ്പൊ മരണപ്പെടും. അതിന് മൂങ്ങയോ കൂമനോ ആദ്യം കാരണമൊന്നുമില്ല. റബ്ബ് നിനക്ക് ആയുസ് അത്രേ തന്നിട്ടുള്ളൂ എന്നാണ്. അത് ഇസ്ലാമില്ല. തുടർന്ന് നബി തങ്ങൾ പറഞ്ഞു വലാ സഫറ, സഫറിന് പ്രത്യേകിച്ച് അനിഷ്ടങ്ങളൊന്നുമില്ല. അതങ്ങനെ നബി തങ്ങൾ എടുത്തു പറയാൻ കാര്യം എന്തേ? പണ്ട് അറേബ്യയിൽ ഈ സഫർ മാസം കടന്നു വന്ന ഒരു വിശ്വാസമുണ്ട്. അതാകെ നശിച്ചു പോകുന്ന, ഒഴിച്ചിടുക, വീടൊക്കെ ഒഴിച്ചിടും. ആളുകൾ യാത്ര എങ്ങോട്ടെങ്കിലും പൊക്കളെ വീടൊക്കെ അടച്ചു മൂടിയിട്ടിട്ട് അന്ന് ഒരുപാട് കവർച്ച ചെയ്തിരുന്ന സമയമാണ്. കവർച്ചകൾ നടന്നിരുന്ന സമയമാണ്. സാധനങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ മാറ്റിവെക്കും. അതൊക്കെ വലിയൊരു പ്രശ്നമായിരുന്ന കാലത്ത് നബി തങ്ങൾ പറഞ്ഞു വലാ സഫറ, സഫറിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല, സഫറിന്റെ ദോഷങ്ങളൊന്നുമില്ല. അങ്ങനെ ദോഷമുണ്ടായിരുന്ന ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ, ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മഹദിയായ ഫാത്തിമ ബീബിയുടെ വിവാഹം നടന്ന സഫർ മാസത്തിലാണ്. നബി തങ്ങൾ ഖദീജ വിവാഹം ചെയ്തത് സഫർ മാസത്തിലാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ ഹിജറ പുറപ്പെട്ടത് സഫർ മാസത്തിലാണ്. നബി തങ്ങളെല്ലാം തിരഞ്ഞെടുത്തില്ലേ? അങ്ങനെ സഫർ മാസത്തെ മുഴുവനും നഹസാണ്, പ്രശ്നമാണ്, ഒന്നും നല്ലതല്ല എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ്. ഇസ്ലാമിൽ അങ്ങനെയില്ല. പക്ഷേ സാധാരണ മാസങ്ങളെ പോലെ ചില ദിവസങ്ങളിൽ അത് നല്ല കാര്യങ്ങൾക്കൊന്നും ഇറങ്ങിക്കൂടാ. അതെല്ലാ മാസങ്ങളിലും ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഗൗരവത്തിൽ എടുക്കേണ്ടത് സഫർ മാസത്തിന്റെ അവസാന ബുധൻ ഒന്നിനും നല്ലതല്ല. ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് അദാബുകൾ, പ്രശ്നങ്ങൾ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ദുനിയാവിലേക്ക് ഇറങ്ങുന്ന ദിവസമാണ് അവസാനത്തെ ബുധൻ. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ നമ്മൾ പറയും. ഇപ്പോഴേ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കില്ല, സമയമാകുമ്പോൾ പറഞ്ഞു തന്നാൽ മതിയല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് സഫറിന്റെ അവസാനത്തെ ബുധൻ നമ്മൾ പേടിക്കണം, അതിനെ ഗൗരവത്തോടെ എടുക്കണം. എന്നാൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് മഹാരഥന്മാർ നമ്മെ രേഖപ്പെടുത്തി തരികയാണ്. ആ ബലായിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാരഥന്മാർ കൻസുൻ നജാഗ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാരഥന്മാർ രേഖപ്പെടുത്തി തരുന്നുണ്ട്. ഫമൻ അറാദ സലാമത വൽ ഹിഫ്ള മിൻ ദാലിക, ഈ പ്രയാസങ്ങളിൽ നിന്ന്, ഈ സഫർ മാസത്തിന്റെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ നിന്ന്, എല്ലാ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാരഥന്മാർ രേഖപ്പെടുത്തി തരുന്നു. ആരെങ്കിലും സഫർ മാസത്തിന്റെ ആദ്യ രാവിലോ ആദ്യ പകലിലായി ഈ ദുആ ഒരേ ഒരു വട്ടം പറഞ്ഞാൽ അവൻ ആ സഫർ മാസത്തിന്റെ എല്ലാ ഇടങ്ങേറുകളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് മഹാരഥന്മാർ. സഫറിന്റെ ആദ്യ രാവ്, അതായത് ഇന്ന് പിറ കണ്ടാൽ ഇന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് നാളെ സുബഹി കഴിഞ്ഞ് ചൊല്ലാം, ളുഹർ കഴിഞ്ഞ് ചൊല്ലാം, അസർ കഴിഞ്ഞ് ചൊല്ലാം, മഗ്രിബ് വരെ നമുക്ക് വേണമെങ്കിൽ ചൊല്ലാം. അപ്പൊ ഇന്നത്തെ രാവിലും സഫറിന്റെ ആദ്യ രാവിലും ആദ്യ പകലിലും ഈ ദുആ ഒരു വട്ടം ചൊല്ലിയാൽ മതി. എന്നാലും നമ്മുടെ ഈമാനല്ലേ, നമുക്ക് ഈമാന്റെ കുറവുണ്ടല്ലോ. 5 വഖ്ത് നിസ്കാര ശേഷം ഈ ദുആ ഒരേ ഒരു വട്ടം ചൊല്ലിയാൽ അമ്മമാരെ, സഹോദരങ്ങളെ, അള്ളാഹു ബലാ മുസീബത്തുകളത്തോടെ രക്ഷപ്പെടുത്തും. സഫറിന്റെ ഒരതാപും ഒരു പ്രയാസങ്ങളും ഒരു നഹസും നമുക്ക് ഏൽക്കൂല. ഏതാണ് ആ ദുആ? അത് സ്ക്രീനിൽ കാണിക്കും. ഒരു വട്ടം ചൊല്ലിയാൽ മതി. ഇത് കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല, മൊബൈൽ നോക്കി തന്നെ ചൊല്ലാം. സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്, അത് നോക്കി ചൊല്ലാം. ഏതാണ് ദുആ? അതാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിൻ ശർരി ഹാദാ സമാൻ വഅഹ്ലിഹി വഅഊദു ബിജലാലിക വജലാലി വജ്ഹിക വകമാലി ജലാലി ഖുദ്സിക അൻ തുജീറനി വലിവാലിദയ്യ വഔലാദി വഅഹ്ലി വഹബാബി വമാ തുഹീതുഹു ശഫഖത്തു ഖൽബി മിൻ ശർരി ഹാദിഹി സന വഖിനി ശർറ മാ ഖളൈത ഫീഹാ വസ്രിഫ് അന്നി ശർറ ശഹരി സഫറ യാ കരീമൻ നളിരി വഖ്തിം ലി ഫി ഹാദാ ശഹരി വദ്ദഹരി ബിസ്സലാമത്തി വൽ ആഫിയത്തി വസ്സആദത്തി ലി വലിവാലിദയ്യ വലി ഔലാദി വലി അഹ്ലി വമാ തഹൂതുഹു ശഫഖത്തു ഖൽബി വജമീഇൽ മുസ്ലിമീന വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം എന്ന ദുആയാണ്. ഒന്നുകൂടി കേട്ടോ, വേഗത്തിൽ പറഞ്ഞു പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു തആല അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിൻ ശർരി ഹാദാ സമാൻ വഹിലിഹി വഅഊദു ബിജലാലിക വജലാലി വജ്ഹിക വകമാലി ജലാലി ഖുദ്സിക അൻ തുജീറനി വവാലിദയ്യ വഔലാദി വഅഹ്ലി വഹബാബി വമാ തുഹീതുഹു ശഫഖത്തു ഖൽബി മിൻ ശർരി ഹാദിഹി സന വഖിനി ശർറ മാ ഖളൈത ഫീമാ വസ്രിഫ് അന്നി ശർറ ശഹരി സഫറ യാ കരീമൻ നളിരി വഖ്തിം ലി ഫി ഹാദാ ശഹരി വദ്ദഹരി ബിസ്സലാമത്തി വൽ ആഫിയത്തി വസ്സആദത്തി ലിവാലിദയ്യ വലിഔലാദി വലിയഹ്ലി വമാ തഹൂതുഹു ശഫഖത്തു ഖൽബി വജമീഇ മുസ്ലിമീന വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ ദുആ എന്ന് പറഞ്ഞാൽ അല്ലാഹ് എനിക്കും എൻ്റെ കുടുംബത്തിലെ മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും പടച്ചവനെ ഈ സഫറിന്റെ എല്ലാ മുസീബത്തുകളും മാറ്റണേ അല്ലാ, നഹ്സുകൾ തരല്ലേ അല്ലാ, പ്രയാസങ്ങൾ തരല്ലേ അല്ലാ, നിന്റെ കരുണയുടെ കവാടം തുറക്കണേ അല്ലാ എന്നർത്ഥം വരുന്ന വലിയൊരു പ്രാർത്ഥനയാണ്. ഇത് മൊബൈൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓരോ വക്കത്ത്
നിസ്കാര ശേഷം ഒരു 2 മിനിറ്റ് പോലും വേണ്ടല്ലോ, ഒന്ന് പറയുക. അതൊരു വലിയ പൊരുത്തമാണ്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സഫറിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ വരും ക്ലാസ്സുകൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ആദ്യ രാവാകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ദുആ പറഞ്ഞു തന്നത്. അള്ളാഹ് കബൂലാക്കട്ടെ, അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ഇസ്ലാമിക ചരിത്രങ്ങൾ കഥാരൂപത്തിൽ ഇതുപോലെ കുറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എത്തിക്കുന്ന ബദറിൻ തീരം ചരിത്ര കഥകളുണ്ട്. മഹാന്മാരുടെ ചരിത്രങ്ങൾ, മഹദികളുടെ ചരിത്രങ്ങൾ ഒരു 10 മിനിറ്റിനുള്ളിൽ അവതരിപ്പിക്കുന്ന ഒരു ചരിത്ര വഴികളിലൂടെ സഞ്ചാരമാണ്. ആ ചാനൽ നിങ്ങൾക്ക് ലഭിക്കാൻ ബദറിൻ തീരം ചരിത്ര കഥകൾ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവന്റെ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്. അതോടൊപ്പം രാത്രി 9 മണിക്ക് ബദറിൻ തീരം ആത്മീയ മജ്‌ലിസ് ഉണ്ട്. അതിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും നിങ്ങൾ ഭാഗവാക്കാവുക. നമ്മുടെ സംരംഭങ്ങളാണ് ബദറിൻ തീരം ചരിത്ര കഥകൾ, വോയിസ് ഓഫ് ഷഫീഖ് ബദരി 3 നിങ്ങൾ ഏറ്റെടുക്കുക. അള്ളാഹ് സ്വീകരിക്കട്ടെ. ഒരുപാട് ആൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.